നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകളെയും കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുകയും ഹല്ലേലൂയ 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 ഇന്ന് നമ്മുടെ ജീവിതത്തെ മുഴുവനും മാറ്റുവാൻ എന്റെ കർത്താവ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പാടുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ മുഴുവനും ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തി നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ 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 കർത്താവിനെ ആരാധിച്ചാട്ടെ, കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ 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 നന്ദി കർത്താവേ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഇന്ന് ഞങ്ങളുടെ മധ്യേ പ്രഭാതം തുടങ്ങി ഈ സമയം വരെ കർത്താവ് ഞങ്ങളുടെ മധ്യേ ഉലാവിക്കൊണ്ട് കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും തൊട്ട് തലോടി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ, ഞങ്ങളുടെ ദേശത്തെ മാറ്റുവാൻ, ഞങ്ങളുടെ സഭകളെ മാറ്റുവാൻ, ഹല്ലേലൂയ വിശുദ്ധന്മാരെ അതിവിശുദ്ധന്മാരാക്കുവാൻ, പാപികളെ വിശുദ്ധിയിലേക്ക് നടത്തുവാൻ പരിശുദ്ധന്മാരെ ഞങ്ങളെ നയിക്കുന്നതിനായി സ്വാഗതിക്കുന്നു. ഹല്ലേലൂയ 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 ഈ ശബ്ദത്തിലേക്ക് അകത്തോട്ടവർ, ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഹല്ലേലൂയ ഈ കൂട്ടായ്മയിലായിരിക്കുന്നവർ, ഓ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഓ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ഹല്ലേലൂയ ഞങ്ങളുടെ അന്തരീക്ഷങ്ങളെ മുഴുവനും പരിശുദ്ധാത്മാവ് മാറ്റേണ്ടതിന് ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങൾ, ഞങ്ങളുടെ സഭയുടെ അന്തരീക്ഷങ്ങൾ, ഞങ്ങളുടെ പട്ടണത്തിന്റെ അന്തരീക്ഷങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ 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 സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ ഇരിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠരായ ദൈവദാസന്മാരോട് കൂടെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവരോട് കൂടെ ഒന്നിച്ചിരുന്ന് കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എന്നെ ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമാണിന്ന്. നാളത്തെ ദിനത്തെ കുറിച്ച് നമ്മൾക്ക് അറിയത്തില്ല. നാളെ ഇനിയുള്ള ഒരു മണിക്കൂറിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. ദൈവം നമ്മളെ അനാഥയിലെ വിളിച്ച് വേർതിരിച്ച് തെരഞ്ഞെടുത്ത് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആ സന്നിധിയിൽ ദൈവം നമ്മളെ സുരക്ഷിതമായി വച്ചിരിക്കുമ്പോൾ, ആ ദൈവത്തിന് നന്ദിയോടെ ഓരോ ദിനവും നമ്മളായിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തെ അത്ഭുതത്തിലൂടെ ദൈവം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അനേകം ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങളും ദൈവവചനത്തിന്റെ ആഴങ്ങളും പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തന്നുകൊണ്ടിരുന്നപ്പോഴും, ഇന്ന് ഈ മീറ്റിംഗിന്റെ അകത്ത് ഞാൻ വന്നിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു തിരുവചനത്തെ ആധാരമാക്കി ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടേണ്ടതിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തില് 19 മുതലുള്ള തിരുവചനമാണ് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നോക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തിൽ നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ
ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് ഒരു പാഠം തിരുവചനത്തിൽ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ധനവാനായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പട്ടു വസ്ത്രങ്ങളും ധരിച്ച് ഏറ്റവും വിലപ്പെട്ട അങ്കിയും ധരിച്ച് അവൻ അവിടെ ഇരിക്കുമ്പോൾ അവൻ അവന്റെ സുഖത്തിലും സന്തോഷത്തിലും അവൻ ഇരിക്കുന്നു. ഒരു ദിവസം അവന്റെ കാൽക്കീഴിൽ ദരിദ്രനായ വ്രണം ബാധിച്ചു വന്ന ഒരു മനുഷ്യൻ അവന്റെ മേശയിൽ നിന്ന് അവൻ ഭക്ഷിച്ച് അവൻ കടന്നുപോയപ്പോൾ മരിച്ച മനുഷ്യൻ ഒരിക്കൽ ലാസർ ദരിദ്രനായ മനുഷ്യൻ മരിക്കുകയും അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു ആലോചന നമുക്ക് തരികയാണ്. ഇന്ന് നിന്റെ പണം കൊണ്ട്, നിന്റെ സമ്പത്ത് കൊണ്ട്, ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ആഡംബരം കൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിക്കാമെന്ന് ഈ ഭൂമിയിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സംഭവിക്കത്തില്ല എന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിലുള്ള അവന്റെ സമ്പത്തും സ്ഥാനമാനങ്ങളും അവൻ അനുഭവിച്ചത് മുഴുവനും ഒരു സെക്കൻഡ് കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് താഴെ പോവുകയും ദരിദ്രനായവൻ ഹല്ലേലൂയ അതുവരെ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ഒന്നുമില്ലാതെ പട്ടിണിയിൽ കിടന്ന് വേദന അനുഭവിച്ചവനെ ദൈവം തന്റെ കരത്തിലേക്ക് വഹിച്ചെടുത്തതുപോലെ എന്നെയും നമ്മളെയും വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ തിരുവചനത്തിന്റെ അകത്ത് നിർത്തി പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ കൊണ്ടുപോകുമ്പോ നമ്മുടെ വേദനയുടെയും ദുഃഖത്തിന്റെയും പരാതിയുടെയും നടുവിൽ നിന്നുകൊണ്ട് ദൈവം നമ്മളെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിത്യഭവനം നമുക്ക് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരോട് പറയുക, സ്വർഗത്തിലേക്ക് കർത്താവ് പോയപ്പോ പറയുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് അവൻ ഞാൻ പോയിട്ട് വീണ്ടും വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളായ നമുക്ക് വിശ്വസിച്ച് കർത്താവിന്റെ വചനമനുസരിച്ച് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ ഒരുപക്ഷെ കരുത്തരായിരിക്കാം, സാമ്പത്തികമായിട്ട് നമ്മൾ ഇല്ലാത്തവരായിരിക്കാം, നമുക്ക് നല്ല വസ്ത്രമില്ലായിരിക്കാം, എങ്കിൽ ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുറിവുകൾ നായികളും നഖമായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ നിന്നെ അനുഭവിച്ചിരിക്കാം, എങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിത്യഭവനത്തിലേക്ക് യാത്ര ചെയ്യാൻ ഒരുക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഞാൻ എന്ന ബോധ്യത്തിലാണ് ഇന്ന് ഞാനും നമ്മളും ഇവിടെ വന്ന് കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ധരിക്കുവാനായിട്ട് ദൈവം കുറച്ച് കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തിരുവചനത്തിലേക്ക് പോകാം. ഗലാത്യർ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 3-ാമധ്യായം അതിന്റെ 27-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് കൂടെ സ്നാനമേറ്റിരിക്കുന്ന നമ്മൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ നമുക്ക് ദൈവം ധരിക്കാനായിട്ട് ചിലത് തന്നിട്ടുണ്ട്. നമുക്ക് നല്ല വിലപിടിപ്പുള്ളത് ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ ഒരു അപ്പന് 2 മക്കളുള്ള ഒരു ഇളയ മകനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇളയ മകൻ അവൻ എന്ത് ചെയ്തു? അപ്പന്റെ സ്വത്ത് മുഴുവൻ മേടിച്ചെടുത്ത് അവൻ അന്യനായി, അഥവാ അവസാനം ഒന്നുമില്ലാത്തവനായി അവൻ ഇരിക്കുന്ന സമയത്ത് പന്നികളിൽ നിന്ന് പോലും ഒരിക്കൽ തവിട് തിന്നുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ അതുപോലും അവന് നഷ്ടപ്പെട്ടു.
നിരാശയിലായിരിക്കുന്ന ഒരു ഇളയ മകനെ നമുക്ക് തിരുവചനത്തിൽ കാണുമ്പോൾ ആ ഇളയ മകൻ സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. എങ്ങോട്ടാ നോക്കിയത്? അവൻ കടന്നു വന്നിടത്തേക്ക് അവനെ വിളിച്ച് വേർതിരിച്ച് അവനെ ആക്കിയിരിക്കുന്ന ഭവനത്തിൽ നിന്ന് അവൻ തിരിച്ചു വന്ന ആ സ്ഥലത്തേക്ക് അവൻ നോക്കുകയാ. അവൻ നോക്കിയത് ഉയരത്തിലേക്കാണ് നോക്കിയത്. അവന്റെ അപ്പന്റെ ഭവനത്തിൽ അനേകം പേർ അവിടെ ഇരിക്കുന്നത് അവന് കാണാൻ കഴിയുകയാണ്. അനേകം ജോലിക്കാർ അവിടെയുണ്ട്. നല്ല ഭവനം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭവനത്തിൽ അവിടെ നല്ല ആഹാരം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ എനിക്ക് സമൃദ്ധിയായി എന്നെ തീറ്റിപ്പോറ്റുവാൻ കഴിയുന്നതുപോലെ ദൈവത്തിന്റെ സമൃദ്ധിയിൽ അപ്പന്റെ ഭവനത്തിൽ ഇഷ്ടംപോലെ ദൈവം അവിടെ ഒരുക്കി വെച്ച് തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പന്റെ ഭവനത്തിലേക്ക് അവൻ നോക്കി. അവൻ പറയുക, ഞാൻ എന്റെ അപ്പന്റെ അടുത്തേക്ക് ഞാൻ മടങ്ങിപ്പോഴും പോകും. ഞാൻ തെറ്റ് ചെയ്തു പോയി. അങ്ങയുടെ മകനെന്ന് ഹല്ലേലൂയ അവൻ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് അവൻ അപ്പന്റെ അടുത്തേക്ക് പോകുമെന്ന് അവൻ മനസ്സിൽ തീരുമാനമെടുത്ത് അവൻ അപ്പനെ കുറിച്ച് ഓർത്തു, അപ്പന്റെ ഭവനത്തെ കുറിച്ച് ഓർത്തു. അവനെ തന്നെ അപ്പന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞപ്പോ അപ്പൻ അവിടെ നിന്ന് ഓടി വരികയോ. എന്റെ നഷ്ടപ്പെട്ട് മകനെ, പോയ മകനെ ഓടി അടുത്തു വന്ന് അവനെ കെട്ടിപ്പിടിച്ച് വാരി അവനെ മാറോട് ചേർത്ത് അവന് മാറി മാറി മുത്തം കൊടുക്കുന്ന ഒരപ്പനെ നമുക്ക് തിരുവചനത്തിൽ കാണാം. എന്നെയും നമ്മളെയും ഇതുപോലെ പാപത്തിന്റെ ചേറ്റിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും ഹല്ലേലൂയ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോ നമ്മളെ ഓരോരുത്തരെയും ദൈവം പിടിച്ച് നമ്മളോട് ചേർത്ത് വെച്ച് അവന്റെ മാറോട് ചേർത്ത് അവന്റെ കൃപകളെ നമുക്ക് തന്നതാ. ഞാനും നമ്മളും ഇവിടെ ഇരിക്കുവാനുള്ള കാരണം അവിടെ ദുർഗപുത്രന് സംഭവിച്ച ഇളയ മകന് സംഭവിച്ചത് എന്തെന്നറിയാമോ? അപ്പൻ അവന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോ ദൂതന്മാർ അവനെ കൊണ്ട് പോവുകയാണ്. അവിടെയുള്ള ജോലിക്കാർ അവനെ കൊണ്ട് പോവുക. എങ്ങോട്ടാ പോയത്? അവന്റെ വസ്ത്രങ്ങളെയെല്ലാം മാറ്റി അവനെ നന്നായി കുളിപ്പിച്ച് അവൻ നല്ല ഒരു അങ്കി അവനെ ഇടിയിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനും നമ്മളും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അപ്പം നമ്മളെ അടുത്തു വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അവിടെ ദൂതന്മാരുണ്ട്. നമ്മളെ അവിടുന്ന് കൊണ്ടുപോയി നമ്മളെ നന്നായി കുളിപ്പിച്ച് നല്ല മേലങ്കി അണിയിപ്പിച്ച് അവന്റെ കൂടാരത്തിൽ ഇരുത്തുവാൻ, അവന്റെ രാജ്യത്തിൽ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് തിരുവചനത്തിൽ കാണാം. അങ്ങനെ എന്നെയും നമ്മളെയും കുളിപ്പിച്ച് ദൈവം കൊണ്ടുവന്ന് തന്റെ അങ്കി ധരിപ്പിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഒരു സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇന്ന് ഞാനും നമ്മൾ ധരിച്ചിരിക്കുന്നത് ഇതിനപ്പുറം ഒന്നുണ്ട്. ക്രിസ്തുവിനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഉറപ്പുള്ള ഒന്ന് കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ബോധ്യത്തോടു കൂടിയാ ഞാനും നമ്മളും മുമ്പോട്ട് കടന്നു പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സ്നാനകുളത്തിലേക്ക് കടന്നു ചെന്ന സ്നാനത്തിൽ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോ സ്നാനം എന്നത് ഒരു മതമാറ്റത്തിന് വേണ്ടിയുള്ളതല്ല. ആമേൻ. നമ്മൾ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോ ആ വെള്ളത്തിൽ നിന്ന് നമ്മളെ പൊക്കിയെടുക്കുന്നത് നമ്മുടെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. എന്നെയും നമ്മളെയും ദൈവം അവിടെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. നമ്മൾ അവിടെ നിന്ന് വെള്ളത്തിൽ മുങ്ങുമ്പോ അവിടുന്ന് യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിന്റെ ശക്തിയാണ് എന്നെയും നമ്മളെയും അവിടെ ഉയർത്തുന്നത്, അവിടെ ഉയർത്തി കൊണ്ടുപോകുന്നത്. ദൈവത്തെ ധരിച്ചു, യേശുവിനെ ധരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോ ദൈവത്തിന് എന്നെ കുറിച്ച് അനേക സ്വപ്നങ്ങളുണ്ട്. ആ
അനേകരെ വിളിച്ചു ചേർക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടത്തെ വിളിച്ചു വേർതിരിക്കുവാൻ നമ്മെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇതിനു മുമ്പ് ദൈവത്തിന്റെ ദാസൻ പറയുകയായിരുന്നു, നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്, ശുശ്രൂഷകന്മാരാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആക്കി വച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മുഴുവനും എന്തിനു ചെയ്യണം? സൂക്ഷിക്കണം. അതിനെ സൂക്ഷിക്കാനാ ദൈവം ഓരോ ശുശ്രൂഷകന്മാരെയും വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസവും ആ ഒരു ജ്ഞാനവും ആ ഒരു അറിവും പരിശുദ്ധാത്മാവ് നമ്മളിൽ തന്നിട്ടുണ്ട് എങ്കിൽ ഞാനും നമ്മളും കർത്താവിന് വേണ്ടി കർത്താവിനെ ധരിച്ചു കൊണ്ടുപോകുമ്പോ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. റോമലേഖനത്തിലേക്ക് 13-ാം അധ്യായത്തിൽ അതിന്റെ 14-ാമത്തെ വചനം വായിക്കുമ്പോ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവേൻ, മോഹങ്ങളെ ജനിപ്പിക്കുവാൻ ജഡത്തിനായി ചിന്തിക്കരുത്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ഇന്ന് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് കടന്നു വന്ന, ഇനി എന്റെ മക്കളെ ആര് നോക്കും, എന്റെ കുടുംബത്തെ ആര് നോക്കും, എന്റെ ജീവിതത്തെ ആര് നോക്കും എന്ന ഉത്കണ്ഠയും ആകുലതയും ഒന്നും വേണ്ട. വിളിച്ചവൻ, വിളിച്ചിറക്കിയവൻ, ഹല്ലേലൂയ, അന്ത്യം വരെ നമ്മളെ സൂക്ഷിക്കുവാൻ, നമ്മളെ കൈപിടിച്ച് നമ്മളെ കൂടെ ഇരുന്ന് നമ്മളെ നടത്തുവാൻ യേശു മതിയായവനാണ്. ഹല്ലേലൂയ. ഇനി കുടുംബത്തെ കുറിച്ചോ കുഞ്ഞിനെ കുറിച്ചോ ആകുലപ്പെടേണ്ട, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. എന്റെ കർത്താവ് എന്നെ കൂടെ നടക്കുകയാ. കർത്താവിനെ നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഞാൻ ധരിച്ചിരിക്കുന്നത് എന്റെ കർത്താവിനെയാ. എന്റെ കർത്താവിനെയാ ഞാൻ ധരിച്ചിരിക്കുന്നത്. കരങ്ങളെ നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞേ, ഞാൻ ധരിച്ചിരിക്കുന്നത് എന്റെ കർത്താവിനെയാ. എന്റെ കർത്താവിനെ നയിക്കുവാൻ, എന്നെ പണിയുവാൻ, എന്നിലൂടെ പലതും പണിയിക്കുവാൻ എന്റെ ദൈവം എന്റെ കൂടെ തന്നെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊലോസ്യർ ലേഖനത്തിലേക്ക് വരുമ്പോ 3-ാം അധ്യായം അതിന്റെ 12, 13 തിരുവചനം വായിക്കുമ്പോ, അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധരും പ്രിയരുമായ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചു കൊള്ളുവിൻ. ക്രിസ്തുവിനെ ധരിച്ച നമ്മൾ, ഹല്ലേലൂയ, ചിലതിനെ എന്ത് ചെയ്യണം? ധരിച്ചു കൊണ്ടുപോകണം. ഒന്ന് സ്വന്തം പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ആരെ എന്തൊക്കെയാ ധരിക്കാൻ പോകുന്നത്? എന്തൊക്കെയാ ധരിക്കുന്നത്? എന്തൊക്കെയാ ദയ? നമ്മള് മനസ്സലിവ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരെ നോക്കി മനസ്സലിയണം. നമ്മൾ ആരംഭത്തിൽ കണ്ടതുപോലെ ധനാഢ്യനായ മനുഷ്യൻ എന്ത് മനസ്സിലുവാ ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സമ്പത്തുണ്ടായിരുന്നു, നല്ല വസ്ത്രമുണ്ടായിരുന്നു. അവന് വേണമെങ്കിൽ ആ കുടുംബത്തിലേക്ക് കൂട്ടിച്ചേർക്കാമായിരുന്നു, ഒന്നുകൂടെ ഒരു റൂം കൊടുക്കാമായിരുന്നു, എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അങ്ങനെ അന്ന് ചെയ്തായിരുന്നെങ്കിൽ അവനോടുകൂടെ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരിക്കാമായിരുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്ത് കൂട്ടി വെച്ചിരിക്കുന്ന ഈ സമ്പത്തിന്റെ അകത്ത് നിന്ന് ഒന്ന് താഴോട്ട് ഇറങ്ങുമ്പോ, ഹല്ലേലൂയ, നാളെ നമുക്ക് കൊണ്ടുപോകുവാൻ ഒന്നുമില്ല. മരിച്ചു കിടക്കുന്ന നമ്മൾ, ഓ ഹല്ലേലൂയ, ഒന്നുമില്ലാത്തവരെ പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചത് മുഴുവനും ഒരു നിമിഷം കൊണ്ട് നമ്മളിൽ ഇല്ലാതെയാകുമ്പോൾ എന്റെ കർത്താവിന് വേണ്ടി, പാപപ്പെട്ടവന് വേണ്ടി, ദരിദ്രന് വേണ്ടി, വേദനിക്കുന്നവന് വേണ്ടി കർത്താവിന്റെ അതേ മനസ്സലിവോടെ പ്രവർത്തിക്കുവാൻ, അതാ മനസ്സലിവ് ധരിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിലും വലിയൊരു സമ്പത്ത് നമുക്കില്ല. കാരണം ദൈവരാജ്യം, ഹല്ലേലൂയ, ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണ്. ഒന്നുമില്ലെങ്കിലും ഈ സന്തോഷം അനുഭവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ദരിദ്രനായ ആ മനുഷ്യൻ ലാസർ എന്ത് ചെയ്തു? ഒന്നുമില്ലായ്മയിൽ നിന്നുകൊണ്ട് ആ സന്തോഷം അവൻ അനുഭവിക്കാൻ ഇടവന്നു. ആ സന്തോഷം അവനെ എത്തിച്ചത് പിതാവിന്റെ മടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും വേണ്ട പ്രിയവരെ, നമുക്കൊന്നും വേണ്ട. വിളിച്ചിറക്കിയ ദൈവം നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ മതിയായവരാണ്. ഹല്ലേലൂയ.
അതുകൊണ്ട് ദയ, താഴ്മ, സൗമ്യത, കരുണ, ദീർഘക്ഷമ എന്നിവയെല്ലാം ധരിച്ചു കൊള്ളുവിൻ. നമുക്കൊരു ചാർട്ട് തരികയാണ്. നമുക്കിതെല്ലാം നമ്മൾ ധരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണത വെളിപ്പെടുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും, അറിവുണ്ടെങ്കിലും, ജ്ഞാനമുണ്ടെങ്കിലും, ഈ കർത്താവ് പറഞ്ഞ ആത്മാവിന്റെ ഹല്ലേലൂയ ഈ വസ്ത്രം ധരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ എളുപ്പത്തിൽ കഴിയും. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം വായിക്കുമ്പോൾ, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഷ്ടത അനുഭവിക്കുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി 39 അടി ശരീരത്തിൽ ഹല്ലേലൂയ ഏറ്റുവാങ്ങിക്കൊണ്ട് നിന്ദകളും ഹല്ലേലൂയ ആട്ടുകളും തുപ്പുകളും ശരീരത്തിൽ വാങ്ങിയപ്പോഴും ഒരു വാക്ക് മറന്നു പറയാതെ ആ പിതാവിന്റെ ഇഷ്ടത്തെ നിറവേറ്റുവാൻ തന്റെ ലോകത്തിലുള്ള സകല ജനത്തെയും വീണ്ടെടുക്കുവാൻ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി കർത്താവ് ഇത് മുഴുവനും ദീർഘക്ഷമയോടെ, ദയോടെ, കരുണയോടെ ഇത് മുഴുവൻ ഏറ്റെടുത്ത് ക്രൂശിൽ മേൽ കയറിയ അരുമനാഥന്റെ ഹല്ലേലൂയ ആ പാതയിലേക്കാണ് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളെ നിന്ദിച്ചോട്ടെ, നമ്മളെ നിന്ദിച്ചോട്ടെ, നമ്മളെ ഹല്ലേലൂയ പരിഹസിച്ചോട്ടെ, നമ്മളെ വേദനിപ്പിച്ചോട്ടെ, ഇതൊന്നും നമ്മുടെ ശരീരത്തിന് ഹല്ലേലൂയ ഭാരമല്ല. കാരണം എന്റെ കർത്താവ്, ആ കർത്താവിന്റെ ശരീരത്തെ എനിക്ക് തന്നിരിക്കുകയാ. കർത്താവിന്റെ ശരീരത്തെ എനിക്ക് തന്നിരിക്കുകയാ. കാരണം ആ സ്നാനകുളത്തിൽ നിന്ന് കയറിയപ്പോ ആ കർത്താവിന്റെ ആ ശരീരമാണ് എനിക്കും നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് എഫെസ്യ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 4-ാം അധ്യായം 24-ാം തിരുവചനം, സത്യത്തിന്റെ ഫലമായ നീതിയും വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആമേൻ. ഇത് ഉള്ളിലുള്ള ആത്മീയ മനുഷ്യനെ കുറിക്കുന്ന കർത്താവിന്റെ വചനമാണ്. ആമേൻ. സത്യത്തിന്റെ ഫലമായ നീതിയും വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പുതിയ മനുഷ്യനായി ധരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ പുതിയ മനുഷ്യനാ, ഞാൻ ക്രിസ്തുവിൽ വിളിക്കപ്പെട്ട മനുഷ്യനാ, ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനാ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടത സഹിച്ച് ക്രിസ്തുവിനോടുകൂടെ ആരെങ്കിലും ഇരിക്കേണ്ടവനാണെന്നുള്ള ആ ഉറച്ച ബോധ്യത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ആ യേശുവിനോട് കൂടെ നമുക്ക് യാത്ര ചെയ്യാം. ആ യേശുവിനോട് കൂടെ നമുക്ക് ഹല്ലേലൂയ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മളെ താഴ്ത്തുകയില്ല, ഉയരങ്ങളിലേക്ക് നമ്മളെ ദൈവം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് അവനിൽ നിന്ന് നീങ്ങി പുതിയത് വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പുതിയ സൃഷ്ടി ആയി പഴയതിനെ മുഴുവനും നമ്മളിൽ നിന്ന് മാറ്റി പുതിയതിനെ നമുക്ക് തന്ന ദൈവം നമ്മളെ അനുദിനം നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ആത്മീയ ജീവിതമാണ് ക്രിസ്തീയ ജീവിതമായി ദൈവം നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വലിയ വണ്ടിയോ വാഹനങ്ങളോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഈ ലോകത്തിലുള്ള ഭൂമിയിലുള്ള സകലത്തിനും വേണ്ടിയല്ല. ഇതിനെ മുഴുവനും യേശു ഹല്ലേലൂയ സ്നാനമേറ്റ് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങി 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിലേക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് വചനത്താൽ പിശാചിനെയും അവന്റെ തന്ത്രത്തെയും പരാജയപ്പെടുത്തിയിട്ട് യേശു തന്റെ വേലയെ തികച്ചതെന്ന് സത്യം പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരികയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ,
ഹല്ലേലൂയ. വചനത്താൽ പിശാചിനെ, ലോകത്തെ, ജഡത്തെ തോൽപ്പിക്കാൻ കർത്താവ് തന്നിരിക്കുന്ന വചനം പരിശുദ്ധാത്മാവിലൂടെ അത് ഉപയോഗിച്ചുകൊണ്ട് തർക്കത്തിൽ നമുക്ക് കിട്ടുന്ന ആമേൻ കർത്താവ് തന്നിരിക്കുന്ന വേലയെ തികയ്ക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തേണ്ടത് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ഇനി അനേകം വസ്ത്രങ്ങളെ ധരിക്കേണ്ടതുണ്ട്. ഇനി അനേകം വസ്ത്രങ്ങളെ നമുക്ക് ധരിക്കേണ്ടതുണ്ട്. തിരുവചനം എങ്ങനെ പോകുമ്പോൾ അനേകം വസ്ത്രങ്ങളെ നമ്മൾ ധരിച്ച്, നല്ല മേലങ്കി ധരിച്ച്, രാജാക്കന്മാർക്ക് രാജാക്കന്മാരുടെ ആമേൻ ഹല്ലേലൂയ, അധികാരമുള്ളവർക്ക് അധികാരികളുടെ, ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകർക്ക് അതിൻ്റെതായ വസ്ത്രങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ നടത്തും. വിശ്വാസികൾക്ക് അതിൻ്റെതായ വസ്ത്രം തന്നുകൊണ്ട് ദൈവം നമ്മളെ നടത്തും. ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത് എവിടെയും ഒരു വഴി ഇല്ലാത്തടത്തിട്ടിട്ട് പോകാനല്ല. ആമേൻ. വഴി അപ്പുറം കൊണ്ടുപോയി അതിനെ മറികടന്ന് ദൈവം നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനാണ്. യേശുമായോട് പറഞ്ഞത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. വചനത്തിൽ നിന്ന് നീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഞാൻ നിന്നോട് കൽപ്പിച്ചത് അതുപടി നീ അനുസരിക്കുക. അങ്ങനെ ചെയ്താൽ ഹല്ലേലൂയ, നിന്റെ കൂട്ടത്തിൽ വരുന്ന ഞാൻ അയച്ചിരിക്കുന്ന ജനത്തെ ലക്ഷ്യത്തിലേക്ക് നിന്റെ കൂട്ടത്തിൽ കൊണ്ടുവരാൻ ഞാൻ അനുവദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിളിച്ച ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഹൃദയത്തെ തുറന്ന്, നമ്മുടെ മനസ്സിനെ തുറന്ന്, ഹല്ലേലൂയ കർത്താവേ, ഓ നീ എന്ന് മതിയായവൻ, നീ എനിക്ക് മതിയായവൻ എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ മുഴുവനും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് വിളിച്ച ദൈവത്തിന്റെ മുമ്പിൽ, ഓ ഹല്ലേലൂയ, എല്ലാ കരങ്ങളും ഒന്ന് ഉയരട്ടെ, എല്ലാ കരങ്ങളും ഒന്ന് ഉയരട്ടെ. ഹൃദയങ്ങൾ ഒന്ന് തുറന്ന് കർത്താവിനെ ഒന്ന് ആരാധിച്ച് ചലിക്കാത്ത പ്രാണങ്ങളെ ചലിപ്പിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ആത്മാവ് ഇന്ന് നമ്മുടെ മേൽ ചലിപ്പിക്കുന്നുണ്ട്. ജീവനില്ലാത്തതിനെ ജീവൻ കൊടുക്കുക, ശക്തി ഇല്ലാത്തതിനെ ശക്തി കൊടുക്കുക, ഉയരാത്തതിനെ ഉയർത്തുക. ദൈവത്തിന്റെ കരം ഇതിനകത്ത് ദൈവം നീട്ടിയിരിക്കുകയോ. ഇന്ന് നമ്മളെ വെറുതെ വിളിച്ചു കൊണ്ടുവന്നതല്ല, നിറച്ചു നമുക്ക് വേണ്ടി നിറച്ചു തന്ന് ഹല്ലേലൂയ ലക്ഷ്യത്തിലെത്തിക്കുവാൻ കഴിയുന്നവന്റെ കരം ഇതിനകത്ത് ചലിക്കുമല്ലോ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, ശക്തിയായിരിക്കണമേ, കൃപയായിരിക്കണമേ, അഭിഷേകമായിരിക്കണമേ, കഥ വായിക്കുന്നുണ്ടല്ലോ, കർത്താവിന്റെ കൃപ നിറയ്ക്കുന്നുണ്ടല്ലോ. യേശു കർത്താവിന്റെ ആ വിലയേറിയ നാമത്തിൽ തന്നെ പ്രിയൻ മാറത്തു പങ്കച്ച കെട്ടിയും നീലയംഗീകരിച്ച പ്രിയൻ മാറത്തു പങ്കച്ച കെട്ടിയും ആദ്യം അന്യനും ആൽഫയും ഓമേഗയും ആദ്യം അന്യനും ആൽഫയും ഓമേഗയും സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. പോലെ തലമുടിയും അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ള ഹിമം പോലെ തലമുടിയും അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ള തിരുവള്ള
തീരച്ചിൽ പോലെ പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയും സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ